ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക അട്ടിമറിക്ക് നമ്മുടെ ഭാരതം കളം ഒരുക്കി കഴിഞ്ഞു. ഇത്രയും കാലം ലോകത്തെ അടക്കി ഭരിച്ച് നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വത്തിന് മരണമണി മുഴങ്ങാനാണ് പോകുന്നത്. അതെ, അടുത്ത ദിവസം ഡൽഹിയിൽ ഒരു വിമാനം പറന്നിറങ്ങും. അതിലുള്ളത് ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകൈച്ചിയാണ്. ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുമൊരു സന്ദർശനത്തിന് വേണ്ടിയല്ല, മറിച്ച് അമേരിക്കയുടെ നെഞ്ചിലേക്ക് നേരിട്ടൊരു സാമ്പത്തിക മിസൈൽ തൊടുക്കാനാണ്. ലോക സാമ്പത്തിക രംഗത്തെ വൻ ശക്തികളായ ഇന്ത്യയും ജപ്പാനും കൈകോർക്കുമ്പോൾ തകർന്നടിയുന്നത് അമേരിക്കയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള അഹങ്കാരമാണ്. എന്താണ് അടുത്ത ദിവസം ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത്? സൂപ്പർ പവറായ അമേരിക്കയെ ഇന്ത്യ എങ്ങനെ മുട്ടുകുത്തിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിനുള്ള തക്കതായ ഉത്തരം ഞാൻ തരാം. കാണുക ചരിത്രം മാറുന്ന കാഴ്ച. അതെ, അമേരിക്കൻ വൈറ്റ് ഹൗസിനെ വിയർത്തി കുളിപ്പിക്കുന്ന ആ രഹസ്യ നീക്കം ഒടുവിൽ പരസ്യമാവുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനിടയിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യമെന്ന്? നമ്മൾ ജപ്പാനിൽ നിന്ന് ഒരു കാറോ സെമി കണ്ടക്ടറോ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജപ്പാൻ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ അമേരിക്കയുടെ കറൻസിയായി ഡോളർ ഉപയോഗിക്കുന്നത്? ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പതിറ്റാണ്ടുകളായി ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ച ഡോളർ രാഷ്ട്രീയം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അമേരിക്ക ഒന്നും ചെയ്യാതെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയും ജപ്പാനും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ഡോളർ മൂല്യം ഉയരുന്നതിലൂടെ അമേരിക്കയുടെ ഖജനാവിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ രണ്ട് രാജ്യങ്ങൾ കച്ചവടം നടത്തുമ്പോൾ അത് മൂന്നാമതൊരു രാജ്യം വഴിയായിരുന്നു, അതായത് അമേരിക്ക വഴിയായിരുന്നു. ഇന്ത്യയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ഡോളറിന്റെ മൂല്യം കൃത്രിമമായി ഉയർത്തി നിർത്തുന്ന ഈ അന്താരാഷ്ട്ര ചതിക്കുഴി തിരിച്ചറിഞ്ഞ ആദ്യ രാജ്യം മറ്റാരുമല്ല, അത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ വിചാരിച്ചു ഇനി ഈ അടിമത്തം തുടരാൻ കഴിയില്ല എന്ന്. ഡോളറിന്റെ ഈ കൊള്ളയ്ക്ക് അറുതി വരുത്താനുള്ള മാസ്റ്റർ പ്ലാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. ഇവിടെയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകച്ചിയുടെ ഇന്ത്യൻ സന്ദർശനം അതിനിർണായകമാവുന്നത്. കഴിഞ്ഞ വർഷം ജപ്പാനിൽ അധികാരമേറ്റ ശേഷം തകൈച്ചി നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി എത്തുന്ന ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ കയ്യിലുള്ളത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന കരാറുകളാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 2 ആഴ്ച മുമ്പ് നടന്ന G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും അതീവ രഹസ്യവും നിർണായകവുമായ ചർച്ചകളും നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ തുടർച്ചയ്ക്കാണ് ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി നേരിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവരോടൊപ്പം വെറും നയതന്ത്രജ്ഞരല്ല വരുന്നത്, മറിച്ച് സുസുക്കി മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ജപ്പാനിലെ ഭീമൻ വ്യവസായ ഗ്രൂപ്പുകളുടെ തലവന്മാരാണ് ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്നത്. ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇറക്കാൻ വേണ്ടി ജപ്പാൻ ക്യൂ നിൽക്കുകയാണ്. എന്നാൽ അതിലും വലിയൊരു സർപ്രൈസ് ഈ ചർച്ചയ്ക്ക് പിന്നിലുണ്ട്. അതാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത ദിവസം ഒപ്പുവെക്കാൻ പോകുന്ന ഈ ചരിത്രപരമായ കരാർ ഇതാണ്: പ്രാദേശിക കറൻസി ഇടപാട് കരാർ. അതായത് ഇനി മുതൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാരത്തിന് അമേരിക്കൻ ഡോളർ ആവശ്യമില്ല. ഭാരതം ജപ്പാന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ജപ്പാൻ നമുക്ക് നേരിട്ട് അവരുടെ കറൻസിയായ യെൻ നൽകും. ജപ്പാൻ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഭാരതം തിരിച്ച് നമ്മുടെ സ്വന്തം രൂപ വാങ്ങും. ഇതിനിടയിൽ അമേരിക്ക എന്ന മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇല്ല. അമേരിക്കൻ ബാങ്കുകളുടെ അനുമതിയും ആവശ്യമില്ല. ഡോളറിന്റെ കമ്മീഷൻ കൊടുക്കേണ്ടതുമില്ല. ഇതൊരു ചെറിയ കളിയല്ല. ഇത്രയും കാലം നമ്മൾ ജപ്പാനിൽ നിന്നും ഒരു സാധനം വാങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ രൂപയെ ഡോളറാക്കി മാറ്റണം. അതിന് വലിയൊരു തുക സമയനഷ്ടവും മൂല്യനഷ്ടവുമായി നമുക്ക് സംഭവിക്കും. അതിനുശേഷം ജപ്പാൻ ആ ഡോളർ വാങ്ങി അവരുടെ യെന്നാക്കി മാറ്റണം. ഈ ഇരട്ടത്താപ്പിലൂടെ ലാഭം കൊയ്തിരുന്നത് അമേരിക്ക മാത്രമാണ്. എന്നാൽ ഇനി ആ കളി നടക്കില്ല. ജാപ്പനീസ് കമ്പനികൾക്ക് ഇനി നേരിട്ട് ഇന്ത്യൻ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കാം. ഇരു രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ജപ്പാനും നേരിട്ടായിരിക്കും ഈ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുക. അമേരിക്കൻ ഉപരോധങ്ങളെയോ ഭീഷണികളെയോ ഭാരതത്തിന് ഇനി ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇത് അമേരിക്കയ്ക്ക് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും. ഞാൻ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇതൊരു വലിയ സാമ്പത്തിക പ്രഹരമാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിച്ച് സ്വന്തം കറൻസികളിലേക്ക് മാറുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ ആവശ്യം കുത്തനെ ഇടിയും. ആവശ്യം കുറയുമ്പോൾ ഡോളറിൻ്റെ മൂല്യവും തകർന്നടിയും. അമേരിക്കയുടെ കടബാധ്യതകൾ ഇരട്ടിയാകും. അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് അത് താങ്ങാൻ കഴിയില്ല.
അമേരിക്കൻ സാമ്രാജ്യത്വം എപ്പോഴും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ കാണിച്ചാണ്. റഷ്യയ്ക്ക് ഏറ്റത് ഓർമ്മയുണ്ടല്ലോ. തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ ഡോളർ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നത് അവരുടെ സ്ഥിരം തന്ത്രമായിരുന്നു. എന്നാൽ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നത് പുതിയൊരു വഴിയാണ്. ഭാരതത്തിന്റെ രൂപയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അമേരിക്കയുടെ ഈ ഭീഷണി കവചത്തെയാണ് ഇന്ത്യ തകർത്തെറിയുന്നത്. ഇന്ത്യ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. UAE-യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ കരാറുണ്ടാക്കിയത് സ്വന്തം രൂപയിലാണ്. അതുപോലെ ബ്രിക്സ് കറൻസി വരുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഡോളറിന് ഭീഷണിയാണ്. ജപ്പാൻ ആകട്ടെ 2019 ഇന്തോനേഷ്യയുമായി ഇത്തരമൊരു കരാറിൽ ഏർപ്പെടുകയും കഴിഞ്ഞ വർഷം മാത്രം $770 കോടി ഇടപാട് നടത്തുകയും ചെയ്തു. ഇപ്പോൾ ജപ്പാൻ മലേഷ്യയുമായി ഈ കരാറിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയുമായി ജപ്പാൻ ഈ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ അത് അമേരിക്കയുടെ നെഞ്ചിലേക്കുള്ള നേരിട്ടുള്ള പ്രഹരമായി മാറുകയാണ്. അപ്പോൾ ഈ സന്ദർശനത്തിൽ കറൻസി കരാർ മാത്രമല്ല ഉള്ളത്, ഇന്ത്യയെ ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനുകൾ ഇതിലുണ്ട്. പ്രധാനമന്ത്രി മോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ ഇതൊക്കെയാണ്. സെമി കണ്ടക്ടർ നിർമ്മാണം. തായ്വാന് ബദലായി ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കേന്ദ്രമാക്കാൻ ജപ്പാൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് ഒഴുകും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അടുത്തത്. അതായത് ഓട്ടോമൊബൈലും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ. അതായത് സുസുക്കി ഉൾപ്പെടെയുള്ള വമ്പന്മാർ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും AI സാങ്കേതിക വിദ്യയുടെയും വൻ നിക്ഷേപങ്ങൾ പ്രഖ്യാപിക്കും. അതുപോലെ പ്രതിരോധ സഹകരണം വേറെയും. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെയും അമേരിക്കയുടെയും അനാവശ്യ ഇടപെടലുകളെ ചെറുക്കാൻ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രതിരോധ സഖ്യം ശക്തമാക്കും. അമേരിക്ക വിചാരിച്ചിരിക്കുന്നത് ഏഷ്യയിലെ കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുമെന്നാണ്. ലോകത്തെ കാര്യങ്ങൾ തന്നെ തങ്ങൾ തീരുമാനിക്കുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. എന്നാൽ ഭാരതം ഇന്ന് ജപ്പാനെയും കൂട്ടി സ്വന്തം നിലപാടുകളായി മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയിൽ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കാമെന്ന ട്രംപിൻ്റെയും സംഘത്തിൻ്റെയും മോഹങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. ഭാരതം എന്ന പഴയ ഭാരതമല്ല. ആരുടെയും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കുന്ന ചരിത്രം നമുക്കില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ നമ്മളത് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ സ്വന്തം ഡോളറിനെ വിപണിയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കാൻ ജപ്പാനെയും കൂട്ടി ഇന്ത്യ ചരിത്രപരമായി നീക്കം നടത്തുന്നു. അപ്പോൾ ഈ പുതിയ സഖ്യം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കൻ സാമ്പത്തിക സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ കഥകളായിരിക്കും. ഭാരതത്തിന്റെ ഈ ധീരമായ നീക്കത്തെക്കുറിച്ച്, ഡോളറിനെ മുട്ടുകുത്തിക്കുന്ന നമ്മുടെ രൂപയുടെ ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഇന്റർനാഷണൽ അനാലിസിസ് വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.